എനിക്കൊരാളുമായിട്ട് നല്ല പ്രണയമാണ്. അയാളെ ഒരു കാരണവശാലും എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല എന്നാണ് എന്റെ ഉള്ളിലെങ്കിൽ അയാൾ ചെയ്യുന്ന പല തെറ്റുകളും ഞാൻ ക്ഷമിക്കും, കണ്ടില്ലെന്ന് നടിക്കും. കാരണം അയാളോടൊപ്പമുള്ള സമയമാണ് ഒരു ത്രാസിൽ വെച്ച് നമ്മൾ അളക്കുക. വളരെ ഈസിയസ്റ്റ് ആയിട്ട് എല്ലാവരും കേൾക്കാൻ പറ്റും. നമുക്കൊരു ബന്ധം തുടരണോ വേണ്ടയോ എന്ന് അറിയാനായിട്ട് ത്രാസിൽ വെച്ച് നമ്മൾ അളക്കുക. അയാളുമായി നമ്മൾ ഉണ്ടാകുമ്പോഴുള്ള സമയത്തിനാണോ ബ്യൂട്ടി കൂടുതൽ, അയാൾ ഇല്ലാത്തപ്പോഴാണോ, ഏത് മാരാരുടെ തട്ട് താണ് തന്നെ ഇരിക്കുന്നു പറയുന്ന പോലെ ഏത് തട്ടാണോ താണിരിക്കുന്നത് അതിനാണ് വാല്യൂ. അപ്പൊ നമ്മൾ ആലോചിക്കുകയാണ് അയാൾ കൂടെ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഒരുപോലെ ആണെങ്കിൽ ആ വ്യക്തി പിന്നെ ഇല്ലാതിരിക്കാൻ നല്ലത്. നമുക്ക് ആ ഒരു മിസ്സിങ് ഫീൽ ചെയ്യണം, ആ ഒരു വാക്വം ഫീൽ ചെയ്യണം. അപ്പൊ അങ്ങനെ ആര് മുൻകൈ എടുത്തിട്ടാണോ ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് ആ വ്യക്തി നിങ്ങൾ ഓർക്കുന്നേ ഉണ്ടാവില്ല. നമ്മൾ മാത്രമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പലർക്കും ഉള്ളൊരു സംശയം കേട്ടോ. അതായത് തീർച്ചയായും ഒരു റിലേഷൻ ബ്രേക്ക് ആയതിനു ശേഷം നമ്മൾ ഓർക്കുന്ന പോലെ മറ്റേ ആൾ തന്നെ ഓർക്കുന്നുണ്ടായിരിക്കും. ഒരിക്കലും ഇല്ല. കാരണം സ്ത്രീ ആയതുകൊണ്ടാണോ? ഇല്ല, സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. കാരണം എന്താ വെച്ചാൽ രണ്ട് വ്യക്തികളിൽ, ഞാൻ പല ഇന്റർവ്യൂസിൽ പറഞ്ഞു, രണ്ട് വ്യക്തികൾ പ്രണയത്തിലാവുമ്പോ ഒരേ അളവിലല്ല അവർ രണ്ടുപേരും പ്രണയിക്കുന്നത്. അജിന്റെ പ്രണയിതാവിനോടുള്ള പ്രേമം 90% ആയിരുന്നെങ്കിൽ ആ പെൺകുട്ടിക്ക് ഒരു പക്ഷെ 70% ആയിരുന്നിരിക്കാം. ഒരേപോലെയല്ലാന്ന്, വേവ് ലെങ്ത് ഒരേ ശതമാനത്തിലല്ല. അത് വിവാഹം കഴിച്ചവരാണെങ്കിലും അങ്ങനെ തന്നെയാണോ? സ്നേഹിക്കുവാണെങ്കിൽ ഒരിക്കലും രണ്ട് വ്യക്തികൾക്ക് ഒരേ അളവിൽ സ്നേഹിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് വെറുക്കാനും. മനസ്സിലായോ? അപ്പൊ അതുപോലെ തന്നെ വിട്ടുപോകുമ്പോഴും നമുക്കൊരാളോടുള്ള സ്നേഹം, നമ്മൾ പലപ്പോഴും പലരോടും പറയും എനിക്ക് നിന്നെ എന്തുമാത്രം ഇഷ്ടമാണെന്ന് അറിയാമോ? നമ്മൾ സ്നേഹത്തിലായിരിക്കും പറയില്ലേ, നിനക്ക് എന്നോട് എത്രമാത്രം ഇഷ്ടമുണ്ട് എന്നൊക്കെ ചോദിക്കില്ലേ. ഈ ഇഷ്ടം നമ്മൾ എങ്ങനെയാ അളക്കുക? എങ്ങനെയാ നമുക്ക് ഇഷ്ടം അളക്കാൻ പറ്റുക? അത് നമുക്ക് ഒരിക്കലും അളവുകോല് വെച്ച് അളക്കാൻ പറ്റാത്തൊരു സംഭവമാണ് അല്ലെ. നമ്മൾ പറഞ്ഞിട്ടുള്ള അറിവ് കൊണ്ടാണ് മറ്റാൾ വിചാരിക്കാൻ എനിക്ക് നിന്നെ എന്ത് ഇഷ്ടമെന്നറിയോ എന്ന് പറയും. ചിലർ പറയില്ല, ചിലരത് പ്രകടിപ്പിക്കും.